ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും? അപ്പോൾ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നുമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറ് വർക്ക്ഷോപ്പിലായിട്ട് ഇപ്പോൾ 2 ദിവസമായി കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വാശി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എനിക്ക് വണ്ടി വേണം, ഇന്ന് എനിക്ക് വണ്ടി കിട്ടണം, വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് എനിക്ക് വണ്ടി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേറൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാറിൽ ലോൺ ഇട്ടിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള എല്ലാ ലോണുകളും ക്ലോസ് ചെയ്യാൻ. കാരണം എല്ലാ ലോണും കൂടി ഒരുമിച്ച് ഒരു മാസം അടയ്ക്കാൻ എനിക്ക് കഴിയില്ല. ഏതെങ്കിലും ഒരു ലോണ് അടച്ചു പോവാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 കുറി അടയ്ക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കുറി അത് വേറെ അടയ്ക്കുന്നുണ്ട്, ശനിയാഴ്ച വേറെ. അത് കൂടാതെ 5000 അയൽക്കൂട്ടത്തിൽ അടയ്ക്കുന്നുണ്ട്. അത് കൂടാതെ വേറെ 1-2 അടവുകൾ വേറെ ഉണ്ട്. മാസം എങ്ങനെ പോയാലും ഒരു 14 രൂപേൻ്റെ അടുത്ത് എനിക്ക് അടവ് വരുന്നുണ്ട്, അടവ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് മാസത്തിൽ ഒറ്റ അടവാക്കാന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത്. പിന്നെ കുറിയും കാര്യങ്ങളൊക്കെ ഇനി കുറഞ്ഞ അടവുകളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 25 ഒരു കുറിയും പിന്നെ ഒരു 30 ഒരു കുറി അടച്ചിട്ടുണ്ടെങ്കിൽ 2 കുറി കഴിഞ്ഞു, 2 കുറി ക്ലോസ് ആയി. പിന്നുള്ളത് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കുറിയാണ്. അത് ആവശ്യമില്ല, എല്ലാ മാസവും പിന്നെ 2 മാസം കൂടുമ്പോൾ നറുക്കെടുക്കുന്ന കുറിയാണ്. അപ്പോൾ അതും ഏകദേശം എന്തായിട്ടുണ്ട്, തീരാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കേസുകളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ വണ്ടിക്ക് ലോൺ ഇട്ടിട്ട് വണ്ടിക്ക് ഒറ്റൊരു ലോണ് ആക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വേറൊരു 1-2 ബിസിനസ് കാര്യങ്ങളും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ലോൺ എടുക്കുന്നത്. 2 പാർട്ട്നേഴ്സായിട്ട് നമ്മളൊരു ചെറിയൊരു പിന്നെ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പേപ്പർ വർക്കുകളൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും പറയാലോ, നമ്മൾ അങ്ങനൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വണ്ടീൻ്റെ ലോണ് ഏകദേശം എനിക്ക് അവർ ഒരു 7 ലക്ഷം രൂപ വരെ ലോണ് ശരിയാക്കി തരാമെന്നാണ് അവർ സിബിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം 7 ലക്ഷം വരെ. അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്കൊരു 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തീർക്കാം. കാരണം വണ്ടിക്ക് വേണ്ടിയിട്ട് എടുത്ത പൈസയാണ് ഈ പിന്നെ 1.5 ലക്ഷം. അത് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത്, ഉമ്മാൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത ലോണാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ 2 കുറിയും ക്ലോസ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ള അതും ക്ലോസ് ചെയ്യുക. പിന്നെ വേറൊരു അടവുണ്ട്, അതും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ അടവിലേക്ക് മാറും. മാസം ഇപ്പോൾ ഒറ്റ അടവ് അടയ്ക്കാനാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ല. മറ്റേ 1-ാം തീയതി ഒരു അടവ്, 5-ാം തീയതി ഒരു അടവ്, 16-ാം തീയതി ഒരു അടവ്, 18-ാം തീയതി ഒരു അടവ്, 23-ാം തീയതി ഒരു അടവ്, 30-ാം തീയതി ഉണ്ടെങ്കിൽ 30-ാം തീയതി ഒരു അടവ്. അങ്ങനെ വരുന്ന സമയത്ത് അത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. കാരണം ഒരു ദിവസം വർക്ക് പെൻഡിങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടവ് അടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇപ്പോഴും ഒരു അടവ് അടച്ചിട്ടില്ല. ഇപ്പോഴും നമ്മളൊരു കുറിയുണ്ട്, ഒരു ഉസ്താദ് നടത്തുന്ന ഒരു കുറിയുണ്ട്, അതിൽ അടവ് ഇപ്പോഴും അടയ്ക്കാൻ പറ്റിയില്ല. ചെറിയ പൈസയുള്ളൂ, 2000 റുപ്യ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പോഴും അത് അടക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അടയ്ക്കണമെങ്കിൽ ഇനി ഞാൻ എന്താക്കണം, ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എനിക്കൊന്ന് വർക്കിലൊക്കെ കറക്റ്റ് ഇറങ്ങാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളാക്കി വെച്ചിട്ട് വേണം എന്താക്കാൻ എനിക്ക് ഒരു സ്ഥിരമായിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ. ഇത് മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കേസ് ഇങ്ങനെ ആയതുകൊണ്ടും ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് വർക്കിന് പോകാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു സൈറ്റിലെ വർക്ക് ഫുള്ള് കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടേണ്ട പിന്നെ കമ്മീഷൻ വ്യവസ്ഥ പോലും കിട്ടൂല. അത്രയും പ്രശ്നമാണ് ആ വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു 2-3 കേസുകൾ രാവിലെ തൊട്ട് ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ലോണിൻ്റെ ആളുകൾക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ചാനലിൽ ഞാൻ വേറൊരു കാര്യവും പറയുകയാണ്. ഞങ്ങളൊരു സുഹൃത്തുക്കൾ കുറച്ച് പേര് കൂടിയിട്ട് ഞങ്ങളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇൻ്റർലോക്കിൻ്റെ വർക്ക് എടുക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, എന്തായാലും മാസം ഒരു 4 അല്ലെങ്കിൽ ഒരു 3 ലോഡ് എന്തായാലും ഞങ്ങൾക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ കർണാടക, പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ളൊരു ടീമിനെ നമ്മൾ കൊടുത്തിട്ട് അവർ നമുക്ക് കൊണ്ടുതരാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ അടുത്തൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ലോറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിലൊരു പിന്നെ 20% കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോറി ഡ്രൈവർ ഒരു ചാർജും നമ്മളൊരു പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ ഒരു ചാർജും കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പൈസ നമുക്ക് ഈ വർക്കിലേക്ക് നമുക്ക് ലാഭമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ഒരു ചെറിയൊരു പിന്നെ അധികം വിലയൊന്നുമില്ല, ഒരു BS4 12 വീല്, ഒരു 2018, 19, 20, 21 മോഡലിൽ വരുന്ന ഒരു വണ്ടി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ നോക്കി, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ കുറച്ചും കൂടിയും നല്ല രീതിയിലുള്ളൊരു വണ്ടി നോക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ലോറി ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ ലോറി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുന്ന ആളുകളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളെന്തായാലും ജനുവരി 1-ന് മുമ്പായിട്ട് വണ്ടി ഇറക്കണം എന്നാണ് വിചാരിക്കുന്നത്. 2025 ഒരു പുതുവർഷമായിട്ട്
ഞങ്ങൾക്കൊരു പുതു സംരംഭമായിട്ട് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ ഒരു സുഹൃത്തും പിന്നെ ഞാനും. അപ്പോൾ ഞാൻ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ പേപ്പറുകൾ ഇങ്ങനെ അവർ ചോദിക്കുന്നതനുസരിച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലോൺ എടുക്കുന്നതിൻ്റെ പർപ്പസ് കുറേ ഉണ്ട്. ലോൺ നമുക്ക് അടച്ച് തീർക്കാൻ നല്ല എളുപ്പമാണ്. അടച്ച് തീർക്കാൻ എളുപ്പമെന്നല്ല, അടച്ച് തീർക്കാൻ കഴിയും. പക്ഷെ ഇത് ആദ്യം ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ സിബിലല്ല നോക്കുന്നത്. കാരണം വണ്ടി അവളുടെ പേരിലായതുകൊണ്ട് അവളുടെ സിബിലും അവളുടെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അവളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവളുടെ ഡീറ്റെയിൽസാണ് മുഴുവനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം എനിക്ക് 780 സിബിലുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അവളത് എങ്ങനെയാണുള്ളതെന്ന് ഒന്നും അറിയില്ല. അവളുടെ അക്കൗണ്ടിലാണെങ്കിൽ ആകെ വരുന്നത് പെൻഷൻ്റെ ഒരു ക്യാഷ് മാത്രമാണ് മാസം മാസം വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പിന്നെ എൻ്റെ ഇതിൽ തന്നെയാണ് ചെയ്യാറ്, അക്കൗണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ലോൺ കിട്ടും. സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ലോൺ സാക്ഷനായി കിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സിബില് ഓക്കെ. പല പൊന്നവിടെ നിൽക്ക്, ഇപ്പോൾ പറയട്ടെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ലോറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ എൻ്റെ നമ്പറും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ താഴെ ഞാൻ മെൻഷൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ചാനലിൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുക. ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വണ്ടി വേണം. ഞങ്ങൾ പറ്റിക്കപ്പെടാൻ പാടില്ല. കാരണം നമ്മളൊരു സംരംഭം ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സംരംഭത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ചേസ് മാത്രമായിട്ട് വരുന്ന വണ്ടിക്ക് ഏകദേശം 36 ലക്ഷം രൂപ വില വരുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് താങ്ങൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത് 20-25 വരുന്ന ഒരു BS4 12 വീല് ഒരു 25 ടൺ വരെ അടിക്കാൻ പറ്റുന്ന സാധനം. നമുക്ക് സ്റ്റോണ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും അതുപോലെ തന്നെ അങ്ങനത്തെ കേസുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും എന്താക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും എന്താക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ആരുടെയിലൊക്കെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആരുടെയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതുപോലെ വണ്ടി പണിക്കാരും അതുപോലെ തന്നെ വണ്ടിയുടെ കേസും കാര്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് കഴിയുകയാണെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ. ഹായ് അസ്സലാമു അലൈക്കും പറയ്. സലാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ഇങ്ങനെ ഷോർട്ട് ബ്രേക്ക് കണ്ണും പോയി. ടാറ്റ.